ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ സജ്ജീകരണം കണക്കിലെടുക്കുമ്പോൾ അടിയന്തരമായി മെച്ചപ്പെടുത്തേണ്ട ചില പ്രധാന മേഖലകളുണ്ട്. 2024-25 സീസണിന് മുമ്പ് ക്ലബ്ബ് പരിഗണിക്കേണ്ട 3 സൈനിങ്ങുകൾ ഇതാണ്. ക്രിസ്റ്റ്യൻ ബട്ടോച്ചിയോ. കേരള ബ്ലാസ്റ്റേഴ്സിന് അവരുടെ മധ്യനിരയിൽ വിദേശ താരങ്ങൾ ഇല്ല. അഡ്രിയാൻ ലൂണ കൂടുതൽ ആക്രമണാത്മക റോൾ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജെക്സൺ സിംഗും വിപിൻ മോഹനനും മധ്യനിര പൊസിഷനുകളിലൊന്നിൽ കഴിവുള്ളവരാണെങ്കിലും യുവജോഡിയെ നയിക്കാൻ ടീമിന് കൂടുതൽ പരിചയസമ്പന്നനായ ഒരു കളിക്കാരനെ ആവശ്യമാണ്. മുൻ ചെന്നൈയിൻ FC താരം ക്രിസ്റ്റ്യൻ ബട്ടോച്ചിയോയാണ് സൈനിങ് സാധ്യതയുള്ള ഒരാൾ. ബട്ടോച്ചിയോ സ്റ്റാഹയുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ്, കാരണം അദ്ദേഹം വളരെ സാങ്കേതികവും ദീർഘവും ഹ്രസ്വവുമായ പാസുകൾ നടപ്പിലാക്കാൻ കഴിവുള്ളവനും വിലപ്പെട്ട അനുഭവസമ്പത്തുള്ളവനുമാണ്. ഒരു സീസൺ ISL പരിചയസമ്പത്തുള്ളതിനാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയെ ഗണ്യമായി ശക്തിപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയും. ടെക്ചം അഭിഷേക് സിംഗ് പൂൾ ബാക്ക് പൊസിഷനാണ് ബ്ലാസ്റ്റേഴ്സിന് കരുത്ത് പകരേണ്ട മറ്റൊരു മേഖല. സന്ദീപ് സിംഗ്, പ്രബീർ ദാസ്, നവോച്ച സിംഗ് എന്നിവരെ സീസണിലുടനീളം സ്ഥിരതയില്ലാത്തതിനാൽ ഉഗോമാനോവിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ നിർബന്ധിതരായി. ഈ പൊസിഷനിലേക്ക് കൂടുതൽ ആഴം കൂട്ടാൻ അവർ ആഗ്രഹിക്കും. പഞ്ചാബ് FCയുടെ റൈറ്റ് ബാക്ക് അഭിഷേക് സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നു. വെറും 19 വയസ്സുള്ള അഭിഷേകിന് കഴിഞ്ഞ വർഷം ISLൽ സ്റ്റൈക്കോസ് വെർജിറ്റിസിന്റെ കീഴിൽ മികച്ച മുന്നേറ്റമുണ്ടായിരുന്നു. ജെറി മാവിമിന്താംഗ വിംഗർ പൊസിഷനാണ് ബ്ലാസ്റ്റേഴ്സിന് കരുത്ത് ആവശ്യമായ മറ്റൊരു മേഖല. ഇടതുവശത്ത് മുഹമ്മദ് ഐമൻ ഒരു തകർപ്പൻ താരമായി ഉയർന്നുവെങ്കിലും ടീമിന് വലതുവശത്ത് സർഗാത്മകത ഇല്ലായിരുന്നു, കാരണം രാഹുൽ KP ഫോമില്ലായിരുന്നു. ഡെയ്സുകെ സകായ ഇടതുവശത്ത് നിന്ന് കൂടുതൽ കാര്യക്ഷമമായി കളിച്ചത്. സെർജിയോ ലൊബേറയുടെ കീഴിൽ മികച്ച സീസൺ കളിച്ച ഒഡീഷ FCയുടെ ജെറി മാവിമിന്താംഗയെ തീർച്ചയായും പരിഗണിക്കാം. ISLലെ അതിവേഗ കളിക്കാരിൽ ഒരാളാണ് 27-കാരൻ. അദ്ദേഹം ഇതിനകം ഒഡീഷയ്ക്കായി 100-ലധികം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്.